നമുക്കൊന്ന് തലസ്ഥാന നഗരിയിലോട്ടൊന്ന് പോകണം. പ്രിയപ്പെട്ട പ്രേക്ഷകർ, തലസ്ഥാന നഗരിയിൽ ഈ വെള്ളം കെട്ടിക്കിടക്കുന്ന വാർത്ത അടുത്ത കാലത്തൊന്നും നമ്മൾ കാര്യമായിട്ട് കണ്ടിട്ടില്ല. പക്ഷേ ഇന്നലെ അത് സംഭവിച്ചു. തിരുവനന്തപുരത്ത് ഇന്നലെ പെയ്ത മഴയിൽ വെള്ളക്കെട്ട് രൂപപ്പെട്ടതോടെ ചെളിക്കുളമായി റോഡുകൾ. നമുക്ക് നഗരത്തിലോട്ട് ഇറങ്ങാം. ഇന്നലത്തെ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. ആമയിഴഞ്ചാൻ തോട്ടിൽ നിന്നെത്തിയ മലിനജലത്തിന്റെ ദുർഗന്ധം കൂടിയായതോടെ പ്രദേശവാസികളും കാൽനട യാത്രക്കാരും ദുരിതത്തിലായി. മഴക്കാലപൂർവ്വ ശുചീകരണം അവതാളത്തിലായതാണ് പ്രതിസന്ധിയായത്. ഇന്ന് കോട്ടയം, എറണാകുളം, ഇടുക്കി, കോഴിക്കോട്, വയനാട്, കണ്ണൂർ ജില്ലകളിൽ യെല്ലോ അലേർട്ടുണ്ട്. പഴവങ്ങാടി റോഡിലുണ്ട് നമ്മുടെ ഗോകുൽ. വെരി ഗുഡ് മോർണിംഗ്. ഇത് എന്താണ് കാണുന്നത് എന്നുള്ളതാണ്. നോക്കൂ, ഇന്നലത്തെ ദൃശ്യങ്ങളാണ് നമ്മൾ പ്രേക്ഷകരെ കാണിച്ചത്. അടുത്ത കാലത്തൊന്നും തലസ്ഥാന നഗരം ഇങ്ങനെ മഴവെള്ള കെട്ടിൽ പെട്ടിട്ടില്ല. പണ്ട് കാലത്ത് മഴവെള്ളക്കെട്ടിൽ പെടുമായിരുന്നു. അവിടെ കോർപ്പറേഷൻ വളരെ പെട്ടെന്ന് തന്നെ അതിന് വേണ്ടുന്ന പ്രവർത്തനങ്ങൾ നടത്തുമായിരുന്നു. മഴക്കാലപൂർവ്വ ശുചീകരണം ഏകദേശം കൃത്യമായി തന്നെ നടത്തും. പക്ഷേ നോക്കൂ, പുതിയ കോർപ്പറേഷൻ ആണ്, BJP ആണ് അധികാരത്തിലേക്ക് എത്തുന്നത്. അങ്ങനെ BJPയുടെ നേതൃത്വത്തിലുള്ള കോർപ്പറേഷന്റെ ആദ്യത്തെ മഴക്കാലപൂർവ്വ ശുചീകരണം തന്നെ പാളി എന്നാണോ മനസ്സിലാക്കുന്നത്? ഇപ്പോൾ എന്താണ് തലസ്ഥാന നഗരത്തിന്റെ അവസ്ഥ, ഗോകുൽ? അരുൺകുമാർ, ദുർഗന്ധം മൂലം എന്തായാലും എനിക്കിന്ന് ഗുഡ് മോർണിംഗ് അല്ല. പക്ഷേ ഈ പ്രദേശത്തേക്ക് എത്തുന്ന ആളുകൾക്കൊക്കെ വലിയ ബുദ്ധിമുട്ട് നേരിടുന്നുണ്ട്. ഞാനിപ്പോൾ നിൽക്കുന്നത് പഴവങ്ങാടി ക്ഷേത്രത്തിനും അതേപോലെ തന്നെ ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രം ഉൾപ്പെടുന്ന ആ പ്രദേശത്താണ്. അവിടെയാണ് ഈ ചെളിക്കുണ്ട് രൂപപ്പെട്ടിട്ടുള്ളത്. കഴിഞ്ഞ ദിവസം അതിശക്തമായ മഴ അരമണിക്കൂർ മാത്രമാണ് പെയ്തത്. ആ അരമണിക്കൂർ മാത്രം പെയ്ത മഴയിൽ വന്നടിഞ്ഞിട്ടുള്ള എക്കൽ മണ്ണാണ്. പ്രത്യേകിച്ച് തൊട്ടപ്പുറത്തേക്ക് നോക്കുകയാണെങ്കിൽ ആമയിഴഞ്ചാൻ തോടാണ്. ആമയിഴഞ്ചാൻ തോട് കര കവിഞ്ഞ് ഈ റോഡിലേക്ക് കയറുന്നൊരു സ്ഥിതിയുണ്ട്. മാത്രമല്ല ഈ ആമയിഴഞ്ചാൻ തോട്ടിൽ കിടക്കുന്ന മാലിന്യ കൂമ്പാരമാണ് കിടക്കുന്നത്. ആ മാലിന്യമൊന്നും നീക്കാതെയാണ് ഈ മഴക്കാലപൂർവ്വ ശുചീകരണം നടത്തിയെന്ന് തിരുവനന്തപുരം കോർപ്പറേഷൻ അവകാശപ്പെടുന്നത്. അതുതന്നെയാണ് ഇപ്പോൾ ഈ മാലിന്യ പ്രതിസന്ധിയാണ് നിലവിൽ ഇത്രത്തോളം വെള്ളക്കെട്ട് രൂപപ്പെടുന്നതിലേക്ക് കാര്യങ്ങൾ നയിച്ചതെന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസം ആകെ അരമണിക്കൂർ പെയ്ത മഴയിൽ പല റോഡുകളും, ഈ പഴവങ്ങാടി റോഡ്, ചാക്ക റോഡ് അടക്കമുള്ള പ്രദേശങ്ങളിലൊക്കെ വെള്ളക്കെട്ടുണ്ടായി. കഴിഞ്ഞ വർഷങ്ങളിലുമൊക്കെ ഇത്തരത്തിൽ വെള്ളക്കെട്ട് റോഡിൽ രൂപപ്പെടുമെങ്കിലും ഇത്രത്തോളം എക്കൽ മണ്ണ് അടിയുകയോ അല്ലെങ്കിൽ ഈ ചെളിക്കുണ്ടായ റോഡുകൾ മാറുകയോ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഈ വർഷം അതിനുകൂടി തിരുവനന്തപുരം നഗരം സാക്ഷ്യം വഹിച്ചു എന്നുള്ളതാണ്. വലിയ രീതിയിലാണ് ഈ ചെളിക്കെട്ട് രൂപപ്പെട്ടിരിക്കുന്നത്. അവിടേക്കാണ് ഈ തീർത്ഥാടകരടക്കം പത്മനാഭസ്വാമി ക്ഷേത്രത്തിലേക്കും പഴവങ്ങാടി ക്ഷേത്രത്തിലേക്കും ഒക്കെ നടന്നു പോകേണ്ട ഗതികേട് ഉള്ളതെന്നുള്ളതാണ്. മാത്രമല്ല പ്രദേശവാസികൾക്ക് ദുർഗന്ധം മൂലം നിൽക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. നമ്മളിപ്പോൾ നിൽക്കുമ്പോഴും വലിയ ദുർഗന്ധം വമിച്ചുകൊണ്ടേയിരിക്കുന്നു. അതേ സമയത്ത് തന്നെ നമുക്ക് തൊട്ടപ്പുറത്തേക്ക് നോക്കുകയാണെങ്കിൽ കടകളും ഷോപ്പിംഗ് കോംപ്ലക്സുകളും വീടുകളും ഒക്കെ ഉണ്ട് എന്നുള്ളതാണ്. അവിടെ ഉള്ളവർക്ക് മൂക്കുപൊത്താതെ ഈ ഒരു ദിവസം കടന്നു പോകില്ല. പലയിടത്തും ഇന്നലെ വെള്ളക്കെട്ട് രൂപപ്പെട്ടതോടുകൂടി കടകളിലും വീടുകളിലും ഒക്കെ വെള്ളം കയറുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ട്. എന്തായാലും ഒരു ലോട്ടറി കടയാണ് ഇന്നലെ പൂർണ്ണമായിട്ടും നമ്മൾ വന്ന സമയത്ത് വലിയ രീതിയിൽ തന്നെ വെള്ളം ഇരച്ചു കയറിയ ലോട്ടറി കടയാണ്. എന്തായാലും ഇന്നിപ്പോൾ ഈ എക്കൽ മണ്ണടക്കം അടിച്ച് ക്ലീനാക്കുന്നത് വലിയ ബുദ്ധിമുട്ടായി. ഇപ്പോൾ നേരത്തെ ബുദ്ധിമുട്ട് തന്നെയാണ്. ഇത് എന്ന് മൂലം പറഞ്ഞാൽ അന്ന് മൂലം ഈ ബുദ്ധിമുട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ഇതിന് പരിഹാരം ആരും കാണുന്നില്ല. ഏത് സർക്കാർ വന്നാലും ആരും ഒന്നും കാണുന്നില്ല. കഴിഞ്ഞ വർഷം ഇത്രത്തോളം വലിയ ബുദ്ധിമുട്ടുണ്ടായിരുന്നു എന്ന് തോന്നുന്നില്ല. കാരണം ഇത്രത്തോളം വെള്ളം ഇങ്ങോട്ട് കയറിയിട്ടുണ്ടായിരുന്നില്ല. കഴിഞ്ഞ വർഷം വെള്ളം കയറിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ തെളിവ് എൻ്റെ കയ്യിലുണ്ട്. കഴിഞ്ഞ വർഷം കയറിയിട്ടുണ്ടായിരുന്നു. പക്ഷേ കഴിഞ്ഞ വർഷത്തെ കാട്ടി കൂടുതൽ ഈ പ്രാവശ്യം കയറിയിട്ടുണ്ട്. അത് ഇവിടുന്ന് മാത്രമല്ല, എല്ലായിടത്തും വരുന്നതല്ലേ. ആകെ അരമണിക്കൂറേ മഴ പെയ്തുള്ളൂ. അരമണിക്കൂർ മഴ പെയ്തെങ്കിലും അത് പെട്ടെന്ന് എവിടുന്ന് വെള്ളം വന്നറിയില്ല. പെട്ടെന്ന് വെള്ളം അതിന് മേളിൽ കൂടെയാണ് വരിക, താഴെ കൂടെ അല്ല. ഞാൻ തോടിന്റെ കര കൂടിയാണ്. ഇവിടെ ഇപ്പം മാലിന്യം മാറ്റുന്നുണ്ടോ? ഇപ്പം മാലിന്യം മാറ്റി ഒരു 3-4 ദിവസം മുമ്പ് എല്ലാം മാറ്റിയായിരുന്നു. മാറ്റിയിട്ട് വീണ്ടും എവിടെ നിന്നൊക്കെയാണ് വന്ന് ചെളികെട്ടി കിടക്കുന്നുണ്ടല്ലോ. ഈ ചെളികളൊക്കെയാണ് ഇവിടെ വീണ്ടും വരുന്നത്. എന്താണെന്ന് അറിഞ്ഞൂടോ. ഇനി ഇത് പൊളിച്ച് പണിയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സെറ്റപ്പ് ചെയ്താൽ മാത്രമേ ഇത് ഒഴിയുള്ളൂ. കാരണം 10-30 വർഷം കൊണ്ട് ഞങ്ങളും ജീവിക്കാതിരിക്കണം, ഞങ്ങൾ കാണുന്നുള്ളത്. ദുർഗന്ധമുണ്ട്. ഇപ്പോൾ അതിന് തീരത്ത് വേണം ഇരിക്കാൻ. ആ ദുർഗന്ധം കൊണ്ട് തന്നെ ഇരിക്കുന്നത്. രാവിലെ വന്നിട്ട് ക്ലീൻ ചെയ്തിട്ട് തിരികെ കൊളുത്തിയെടുത്ത് അങ്ങനെ ഇരിക്കുകയാണ്. അത്രേ ഉള്ളൂ. അല്ലാതെ തിരികെ കൊളുത്തി വേണം ഇരിക്കാൻ. എല്ലാം നടക്കില്ല. കൊതുവും ഈ സ്മെല്ലും എല്ലാം ഉണ്ട് ഇതിൽ. ആരെ പറയാം, എന്ത് പറയാം. ഇതാണ് അവസ്ഥ. അരുൺകുമാർ, തൊട്ടപ്പുറത്ത് ഹോട്ടലുകളൊക്കെ ഉണ്ട്. ഹോട്ടലുകളൊക്കെ ഇന്ന് അടഞ്ഞു കിടപ്പാണ്. ശരിയാണ്, തീർച്ചയായും ഇത് തന്നെയാണ് അവസ്ഥ. തീർച്ചയായിട്ടും ഇവിടെ ഹോട്ടലുകളോ ഹോം സ്റ്റേ അടക്കം പ്രവർത്തിക്കുന്നുണ്ട്. പത്മനാഭസ്വാമി ക്ഷേത്രത്തിന് അടുത്തായതുകൊണ്ട് തന്നെ വലിയ തിരക്കുള്ള ഹോം സ്റ്റേകളൊക്കെ ഉണ്ട്. പക്ഷേ ഇതൊക്കെ ഇന്ന് ആളുകളെ കയറ്റാൻ പറ്റാത്തതുകൊണ്ട് തന്നെ പലതും ഇന്ന് അടഞ്ഞു കിടപ്പാണ്. സാധാരണഗതിയിൽ 8 മണിയൊക്കെ ആകുമ്പോൾ ഇവിടെ ചായക്കടകളൊക്കെ ആക്റ്റീവായി തുടങ്ങുന്നതാണ്. പക്ഷേ ഇന്നിപ്പോൾ പല കടകളും പ്രവർത്തിക്കുന്നില്ല ഈ പ്രദേശത്തെ. വലിയ നഗരത്തിന്റെ മാത്രമല്ല, പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇന്നലത്തെ അവസ്ഥ കൂടി നമുക്ക് ഗോകുൽ ഇവരെ ഒന്ന് കാണിച്ചിട്ട് വരാം. ഇന്നലത്തെ അവസ്ഥ കൂടി പ്രേക്ഷകർ ഒന്ന് കാണണം. നമുക്ക് 2 ദൃശ്യങ്ങളും കാണിക്കാം. ഇന്നിപ്പോൾ വെള്ളം ഇറങ്ങുമ്പോൾ നഗരത്തിന്റെ അവസ്ഥ. ഇന്നലെ വെള്ളക്കെട്ടിൽ തലസ്ഥാന നഗരം തിരുവനന്തപുരത്തിന്റെ അവസ്ഥയാണ്. നഗരമാണ് ഈ കാണുന്നത്.
അവിടെ ഈ അവസ്ഥയിലേക്കാക്കിയത് എങ്ങനെയാ? 10-15 മിനിറ്റ് കൊണ്ട് വെള്ളം ഇറങ്ങിപ്പോകുന്ന ഒരു സ്ഥലമാണ്. അവിടെ ഇങ്ങനെ ചെളിക്കുളമായി ആമയിഴഞ്ചാൻ തോട്ടിൽ നിന്നുള്ള മലിനജലത്തിൽ ചവിട്ടിയും നീന്തിയുമാണ് ഇന്നലെ അവിടെ തലസ്ഥാന നഗരത്തിൽ വണ്ടി ഇറങ്ങിയവരൊക്കെ പോയത്. നോക്കൂ കൊച്ചു കുഞ്ഞുങ്ങളുടെ കാലുമൊക്കെ നോക്കൂ, എത്രയൊക്കെ വൃത്തിയായിട്ട് കാലൊക്കെ തേച്ച് വീട്ടിൽ വെച്ചിരിക്കുന്ന കുഞ്ഞുങ്ങളാണ്. തലസ്ഥാന നഗരത്തിൽ ഇറങ്ങി അതോടുകൂടി കഥം ആ അവസ്ഥയാണ്. ഇത് പുഴയല്ല, ഇത് റോഡാണ്. റോഡും പുഴയും തമ്മിൽ തിരിച്ചറിയാനാവാത്ത വിധമാണ് വെള്ളം കലർന്നു പോയത്. ആമയിഴഞ്ചാൻ തോട് നേരത്തെ വൃത്തിയാക്കിയില്ല, മാലിന്യപൂർവ്വ ശുചീകരണം ഉണ്ടായില്ല, അവിടെ അടഞ്ഞുകിടക്കുന്ന തോടുകളും മാലിന്യ നിർമ്മാർജ്ജനത്തിനുള്ള സംവിധാനങ്ങൾ ഉണ്ടാക്കിയില്ല. തിരുവനന്തപുരം കോർപ്പറേഷൻ കേരളത്തിൽ BJP ഭരിക്കുന്ന ഏക കോർപ്പറേഷന്റെ അവസ്ഥയാണ് പ്രിയപ്പെട്ട പ്രേക്ഷകർ കാണുന്നത്. നാളുകൾക്ക് മുമ്പ് ഇതേപോലെ വെള്ളക്കെട്ട് തലസ്ഥാന നഗരത്തിൽ ഉണ്ടായപ്പോൾ ഓപ്പറേഷൻ അനന്തയൊക്കെ കൊണ്ടുവന്ന് ഒരു പരിധിവരെ അതിന് പരിഹാരം കാണാൻ ശ്രമിച്ചിരുന്നു. അതിനുശേഷം കോർപ്പറേഷന്റെ ഇടപെടലുണ്ടായി. കോർപ്പറേഷൻ ഇടപെടൽ പാളിയപ്പോഴൊക്കെ അത് വാർത്തയായിട്ടുണ്ട്. പക്ഷേ ഇതാ ഈ BJP അധികാരത്തിലെത്തി കോർപ്പറേഷന്റെ ആദ്യത്തെ മൺസൂൺ കാലം തന്നെ, ആദ്യത്തെ കാലവർഷക്കാലം തന്നെ ഇതാണ് അവസ്ഥ. ഒരു മഴക്കാല പൂർവ്വ ശുചീകരണവും നടന്നില്ല എന്നുള്ളതാണ്. തലസ്ഥാന നഗരം പൂർണ്ണമായും വെള്ളക്കെട്ടിലാണ്, ചെളിക്കുണ്ടായി മാറിയിരിക്കുന്നു എന്ന് തന്നെ പറയണം. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, അതിനിടയിൽ കാലാവസ്ഥ മുന്നറിയിപ്പുണ്ട്. 6 ജില്ലകളിൽ ഇന്ന് യെല്ലോ അലേർട്ടുണ്ട്, പ്രത്യേകം ശ്രദ്ധിക്കുക. കോട്ടയം, എറണാകുളം, ഇടുക്കി, കോഴിക്കോട്, വയനാട്, കണ്ണൂർ ജില്ലകളിൽ യെല്ലോ അലേർട്ടാണ്. കാലവർഷം വരാൻ കുറച്ച് വൈകും, 4 ദിവസം എടുക്കും എന്നാണ് അറിയുന്നത്. കന്യാകുമാരി, ലക്ഷദ്വീപ് തീരം തൊട്ടിട്ടുണ്ട്. ഇത്തവണ കാലവർഷം കുറച്ച് കുറയാനുള്ള സാധ്യതയുണ്ട് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കുന്നു. ദീർഘ ശരാശരിയുടെ 90% കാലവർഷം ഉണ്ടാകാൻ സാധ്യതയുള്ളൂ എന്നാണ് പറയപ്പെടുന്നത്. എങ്കിലും അത്യാവശ്യം ഭേദപ്പെട്ട മഴ തന്നെ നമുക്ക് ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കാം. ഈ പസഫിക് സമുദ്രത്തിലെ എല്ലിനോ പ്രതിഭാസം ഉണ്ടല്ലോ, അവിടുത്തെ സമുദ്ര ഉപരിതലം ചൂടാവുന്ന പ്രതിഭാസമാണ് എല്ലിനോ. അതാണ് കാലവർഷം കുറയാൻ കാരണമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്തായാലും 5-ാം തീയതിയോടുകൂടി 4-5-ാം തീയതിയോടുകൂടി തന്നെ കാലവർഷം സജീവമാവും. അതിൻ്റെയോടനുബന്ധിച്ച് കനത്ത മഴ 5-ാം തീയതി വരെ പ്രതീക്ഷിക്കുകയും ചെയ്യാം.